ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മരത്തിൻ്റെ ഉണങ്ങിയ ചില്ലകളാണ്. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് വീട് പണി സമയത്ത് ജനലിൻ്റെയും കബോർഡിൻ്റെയും വർക്കിനായിട്ട് യൂസ് ചെയ്തിരുന്ന കുറച്ച് മരത്തിൻ്റെ ഭാഗങ്ങൾ ഞാനിങ്ങനെ വേസ്റ്റായി കിടന്നിരുന്നത് എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിപ്പോഴാണ് ഉപകാരപ്പെട്ടത്. അപ്പോൾ ഞാനത് വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ തന്നെ ഈ മരത്തിൻ്റെ ചില്ലകൾ ഒടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റിക്കുമേൽ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഓരോന്നായിട്ട് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതി. അതപ്പോൾ കുറച്ച് നേരം പിടിക്കും ഒട്ടാനായിട്ട്. ഇതെനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തത്. ഇതിപ്പോൾ നോക്കൂ, ഒരു ട്രീയുടെ ഷേപ്പായിട്ട് വന്നിട്ടില്ലേ. ഇനി നമുക്ക് ഗ്രീൻ ആക്രിലിക് പെയിൻറ് വെച്ചിട്ട് ഇതൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. നമ്മളിത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഈ ബീഡ്സൊക്കെ മോൻ്റെ ഒരു ബ്രേസ്ലെറ്റിൻ്റേതായിരുന്നു. അത് പൊട്ടിപ്പോയപ്പോൾ പെറുക്കി വെക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് അത് ഞാൻ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് വൈറ്റ് ബീഡ്സ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ കളറിൽ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ബീഡ്സ് ഏതായാലും വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ മാലയൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ കളയാണ്ട് സൂക്ഷിച്ച് വെച്ചാൽ ഇതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു മരത്തിൻ്റെ കമ്പ് ഞാനിവിടെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കമ്പിൻ്റെ അറ്റത്തായിട്ട് ഞാനൊരു സ്റ്റാർ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനൊരു റെഡ് കളറ് പേപ്പർ വെച്ചിട്ട് സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഡബിൾ സൈഡ് ടേപ്പുമേൽ ഞാനത് ഒട്ടിച്ചു. എന്നിട്ട് ഈ സ്റ്റാർ ആ കമ്പുമേൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ദാ ഇതുപോലെ ചെയ്യാട്ടോ. ഇനി ഈ പീസുമേൽ ഞാൻ കുറച്ച് ജൂട്ടിൻ്റെ മെറ്റീരിയൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഭംഗിയുള്ള ലേസോ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ക്രിസ്മസ് ട്രീ ഇതുമേലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്.
ഇതുപോലെ ചെയ്യാട്ടോ. ബീച്ചിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന കാറ്റാടി മരത്തിൻ്റെ വിത്തുകളാണിത്. അപ്പോൾ ഞാനിത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീയുടെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ട്രീ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.